പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ അഡ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അഡ്സോർപ്ഷൻ എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട ടേംസ്, അതേപോലെ ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻസ് അതെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി സർഫസ് കെമിസ്ട്രിയിലുള്ള വേറൊരു ടോപ്പിക്കാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. കാറ്റാലിസിസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് കാറ്റലിസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. കാറ്റലിസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് which alter the rate of a chemical reaction without itself undergoing any chemical change. അതായത് യാതൊരു കെമിക്കൽ ചേഞ്ചും നടക്കാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഓൾട്ടർ ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ്റെ സ്പീഡിനെ ഒന്നുമില്ലെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മളിതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ കെമിക്കൽ കൈനറ്റിക്സിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നടക്കുന്ന പ്രോസസ്സുകളെ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഫിനോമിനൻസിനെയാണ് നമ്മൾ കാറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് കാറ്റാലിസിസ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പൊട്ടാഷ്യം ക്ലോറൈറ്റിൻ്റെ ഡീകമ്പോസിഷനാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. ഈ ഒരു റിയാക്ഷൻ നോക്കൂ, 653 to 873 കെൽവിൻ ടെമ്പറേച്ചറിലാണ് നടക്കുക. പക്ഷേ ഇതേ റിയാക്ഷനിൽ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് കാറ്റലിസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു ലോവർ ടെമ്പറേച്ചറിൽ 473 to 633 കെൽവിൻ ടെമ്പറേച്ചറിൽ വരെ ഈ റിയാക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? സാധാരണഗതിയിൽ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പം റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുക എന്നൊരു സെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ടേമാണ് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയ്സൺസ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് പ്രൊമോട്ടേഴ്സ്, എന്താണ് പോയ്സൺസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് പ്രൊമോട്ടേഴ്സ് എന്ന് നോക്കൂ. സബ്സ്റ്റൻസസ് വിച്ച് എൻഹാൻസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ആർ കാൾഡ് പ്രൊമോട്ടേഴ്സ്. അതായത് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ സബ്സ്റ്റൻസസ് വിച്ച് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ആർ കാൾഡ് പോയ്സൺസ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ പോയ്സൺസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹേബർ പ്രോസസ്സ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്, +1 ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഹേബർ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സാണ് അല്ലേ. ഇൻഡസ്ട്രിയലി അമോണിയ പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇതിൽ അയൺ ആണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ മോളിബ്ഡിനം യൂസ് ചെയ്യുമ്പോൾ മോളിബ്ഡിനം ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു പ്രൊമോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് അയൺ എന്ന കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ചേർക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് മോളിബ്ഡിനം. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ ചേർക്കുന്ന സബ്സ്റ്റൻസുകളെ പ്രൊമോട്ടർ എന്ന് പറയുന്നു. ഹേബർ പ്രോസസ്സിൽ മോളിബ്ഡിനമാണ് പ്രൊമോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതേപോലെ ഈ ഒരു റിയാക്ഷനിൽ തന്നെ ഈ മോളിബ്ഡിനത്തിന് പകരം കാർബൺ മോണോക്സൈഡോ ഹൈഡ്രജൻ സൾഫൈഡോ ഒക്കെ വരികയാണെങ്കിൽ അത് പോയ്സൺസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. കാർബൺ മോണോക്സൈഡോ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയൊക്കെ പ്രസൻസാണ് ഇവിടെ ഉള്ളതെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ പോയ്സൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊമോട്ടർ, പോയ്സൺസ് എന്താണെന്ന് പഠിക്കുക, അതിനൊരു എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. ഇനി കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. കാറ്റാലിസിസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് കാറ്റാലിസിസ് ആണുള്ളത്. ഒന്ന് ഹോമോജീനിയസ് കാറ്റാലിസിസും 2 ഹെട്രോജീനിയസ് കാറ്റാലിസിസും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് വെച്ചാൽ when the reactants and the catalyst are in same phase it is called homogeneous catalysis. അതായത് റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണെങ്കിൽ അതിനെ ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും.
ഒരേ ഫേസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, ഇങ്ങനെ 3 ഫേസുകളാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അതിൽ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെഡ് ചേംബർ പ്രോസസ്സ്. സൾഫ്യൂറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ലെഡ് ചേംബർ പ്രോസസ്സ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. SO2ഉം O2ഉം കമ്പൈൻ ചെയ്തിട്ട് SO3 ഉണ്ടാവുന്നൊരു പ്രോസസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നൈട്രിക് ഓക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 2 റിയാക്റ്റൻസും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇവിടെയുള്ള കാറ്റലിസ്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ കാറ്റലിസ്റ്റും റിയാക്റ്റൻസും സെയിം ഫേസിലാണെങ്കിൽ അതിനെ ഹോമോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. അതുപോലെ തന്നെ വേറെ ചില എക്സാമ്പിൾസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ NCERT ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ് കാറ്റലൈസ്ഡ് ബൈ HCl. ഇതാണ് മീഥൈൽ അസറ്റേറ്റ്. CH3COO എന്നുള്ളതിനെ അസറ്റേറ്റ് അയോൺ എന്നാണ് പറയുക. ഇത് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ മീഥൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നു. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുക. ആസിഡിൻ്റെ പ്രസൻസിലാണ് ഹൈഡ്രോളിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അസറ്റിക് ആസിഡും മെത്തനോളും കിട്ടും. ഇവിടെ നോക്കൂ, ആസിഡാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെയുള്ള 2 റിയാക്റ്റൻസും ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ആസിഡും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ കാറ്റലിസ്റ്റും റിയാക്റ്റൻസും സെയിം ഫേസിലാണ്. അപ്പോൾ ഇതും ഒരു ഹോമോജീനിയസ് കാറ്റാലിസിസിന് എക്സാമ്പിളാണ്. അതേപോലെ അടുത്തൊരു എക്സാമ്പിളാണ് ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ്, അതും ഒരു ആസിഡിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഷുഗർ C12H22O11 എന്നുള്ളത് അക്വസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ ഷുഗറിൻ്റെ അക്വസ് സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻസുകളെല്ലാതും അതുപോലെ കാറ്റലിസ്റ്റും സെയിം ഫേസിലാണ്. അതുകൊണ്ട് ഇതും ഒരു ഹോമോജീനിയസ് കാറ്റാലിസിസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും നോക്കൂ, ദ പ്രോസസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ് ഈസ് നോൺ ആസ് ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. അതായത് റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ അതിനെ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. കോണ്ടാക്റ്റ് പ്രോസസ്സ്. കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതും സൾഫ്യൂറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു റിയാക്ഷൻ, നമ്മൾ നേരത്തെ ലെഡ് ചേംബർ പ്രോസസ്സ് പറഞ്ഞു, അവിടെയും SO2ഉം O2ഉം ചേർന്ന് SO3 ആവുന്ന അതേ പ്രോസസ്സാണ് പറഞ്ഞത്. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു? കാറ്റലിസ്റ്റ് അവിടെ നൈട്രിക് ഓക്സൈഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ കോണ്ടാക്റ്റ് പ്രോസസ്സിൽ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 റിയാക്റ്റൻസും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, പക്ഷേ കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായാൽ അതിനെ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് പറയും. അതുപോലെ മറ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹേബർ പ്രോസസ്സ് നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സ്. അതിൽ നോക്കൂ, ഇത് 2ഉം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, പക്ഷേ കാറ്റലിസ്റ്റായ അയൺ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ദെൻ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്കിനി പിന്നീട് P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ ഈ റിയാക്ഷനൊക്കെ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലുള്ളൊരു നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്നതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അമോണിയയ്ക്ക് ഓക്സിഡേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ പ്ലാറ്റിനമാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിയാക്റ്റൻസ് 2ഉം ഗേഷ്യസ് സ്റ്റേറ്റിലും കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ്. അടുത്തൊരു എക്സാമ്പിൾ ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ്. ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾ ഓയിൽസിലോട്ട് ഹൈഡ്രജനെ കടത്തി വിടുമ്പോഴാണ് അതിനെ വനസ്പതി, ഡാൽഡ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നോക്കൂ, ഈ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റായ നിക്കൽ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇവിടെ ഈ 2 റിയാക്റ്റൻസ് ഉണ്ടെങ്കിലും 2 റിയാക്റ്റൻസും ഡിഫറെൻറ്റ് ഫേസിലാണ്, അതുപോലെ കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലാണ്. അപ്പോൾ ഇതെല്ലാതും തന്നെ നമുക്ക് ഹെട്രോജീനിയസ് കാറ്റാലിസിസിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹോമോജീനിയസും ഹെട്രോജീനിയസ് കാറ്റാലിസിസ്? 2 തരത്തിലുള്ള കാറ്റാലിസിസുകളാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റും റിയാക്റ്റൻസും സെയിം ഫേസിലായിരിക്കും. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, 1-2 എക്സാമ്പിൾ പഠിക്കുക. അതുപോലെ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്ന് വെച്ചാൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും. അതിനും 1-2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. ഇത് നമ്മൾ അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്നുള്ളത് ഒരു ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞിരുന്നു. അത് പിന്നീട് പഠിക്കാനുണ്ടെന്നും അത് എടുക്കുന്ന സമയത്ത് മനസ്സിലാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹെട്രോജീനിയസ് കാറ്റാലിസിസ് എന്നുള്ളൊരു പ്രോസസ്സിലും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷനാണ്.
അപ്പോൾ ഈ ഹെട്രോജീനിയസ് കാറ്റാലിസിസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ചിത്രം NCERT ടെക്സ്റ്റിലുള്ള പിക്ചർ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് ഹെട്രോജീനിയസ് കാറ്റാലിസിസിൻ്റെ അഡ്സോർപ്ഷൻ തിയറിയിലുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്നത് കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ആണ്. ഇതൊരു കാറ്റലിസ്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റലിസ്റ്റ് സർഫസ് ഹാവിങ് ഫ്രീ വാലൻസീസ് അല്ലേ. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ധാരാളം ക്യാവിറ്റീസോ അല്ലെങ്കിൽ ഫ്രീ വാലൻസീസോ ഉണ്ടാവും. കാരണം അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, റിയാക്റ്റൻസിന് വന്ന് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് കാറ്റലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. എയും ബിയും എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് സർഫസിൻ്റെ അടുത്തേക്ക് വരുന്നു. അതായത് ഡിഫ്യൂഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇതവിടെ ആദ്യത്തെ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ഈ റിയാക്റ്റൻ്റ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുന്നു. കെമിസോർപ്ഷനോ കെമിക്കൽ ബോണ്ടിലൂടെ അത് അഡ്സോർബ് ചെയ്യപ്പെട്ടു. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ദ ഒക്കറൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടു ഫോം ഇൻ്റർമീഡിയേറ്റ്. അതായത് ഈ സർഫസിൽ വെച്ചുകൊണ്ട് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ട് ഒരു ഇൻ്റർമീഡിയേറ്റ് ഇവിടെ ഫോം ചെയ്യും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ദ ഡീസോർപ്ഷൻ ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്ന് അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യണം, ഡീസോർപ്ഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ, അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസ് ആ സർഫസിൽ നിന്നും റിമൂവ് ചെയ്യുക അല്ലേ, അതാണ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്നും ഡീസോർബ് ചെയ്തു പോകുന്നു, ഡീസോർപ്ഷൻ നടക്കുന്നു. അതാണ് ഡീസോർപ്ഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ആ സർഫസിൽ നിന്ന് പോയി. അപ്പോൾ പ്രോഡക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണ് AB അല്ലേ, എയും ബിയും തമ്മിൽ ബോണ്ടൊക്കെ ഫോം ചെയ്ത് പ്രോഡക്റ്റ് കിട്ടി. കാറ്റലിസ്റ്റ് നോക്കൂ, പഴയതുപോലെ തുടക്കത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് അവിടെ റീജനറേറ്റ് ചെയ്തു. യാതൊരുവിധ കെമിക്കൽ ചേഞ്ചസും കാറ്റലിസ്റ്റിന് വന്നിട്ടില്ല. കാറ്റലിസ്റ്റ് വീണ്ടും ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുവാണ്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ദ എന്താണ്, ഈ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്യുക. ഡിഫ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് എവേ ഫ്രം ദ കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്നും പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ അടുത്തു നിന്നും പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് മാറിപ്പോകുന്നു. എഗെയിൻ കാറ്റലിസ്റ്റ് ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വീണ്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് തൊട്ട് ആവർത്തിക്കും. പിന്നെയും എന്ത് ചെയ്യും, റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിലോട്ട് വരും, അഡ്സോർപ്ഷൻ നടക്കും, കെമിക്കൽ റിയാക്ഷൻ നിന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്യും, പ്രൊഡക്റ്റ് വീണ്ടും ഡീസോർബ് ചെയ്ത് പോവും. ദെൻ പിന്നീട് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് പ്രൊഡക്റ്റ് മാറിപ്പോവും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം, നമുക്ക് ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്ന്, വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഈ പിക്ചർ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണെങ്കിൽ പെട്ടെന്ന് ഈ 5 സ്റ്റെപ്പുകൾ മനസ്സിലാക്കാം. ഒന്ന് എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് കാറ്റലിസ്റ്റ്. പറഞ്ഞാൽ റിയാക്റ്റൻസ് ഒക്കെ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൻ്റെ അടുത്തേക്ക് വരുന്നു. അടുത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താവും, അവിടെ അഡ്സോർപ്ഷൻ നടക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, അഡ്സോർപ്ഷൻ നടന്നിട്ട് പിന്നെ ആ സർഫസിൽ വെച്ച് എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, കെമിക്കൽ റിയാക്ഷൻ നടന്ന് അവിടെ ഒരു ഇൻ്റർമീഡിയേറ്റ് ഫോം ചെയ്യും അല്ലേ. എന്നിട്ട് പ്രോഡക്റ്റൊക്കെ ഉണ്ടാവും. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വെച്ച് തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, കാറ്റലിസ്റ്റിനെ പിന്നെ ഫ്രീ ആക്കണം അല്ലേ. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഡീസോർപ്ഷൻ നടന്ന് പോകും, പുറത്തേക്ക് വരും. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്, പ്രോഡക്റ്റ് അവിടെ നിന്ന് മാറണം. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പും ആദ്യത്തെ സ്റ്റെപ്പും ഡിഫ്യൂഷനാണ്, അഞ്ചാമത്തെയും നമ്മൾ ഡിഫ്യൂഷൻ എന്ന് എഴുതിയത്. പക്ഷേ അഞ്ചാമത്തേൽ എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് എവേ ഫ്രം ദ കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്നും പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറിപ്പോവുക. ഓക്കെ, ഇത്രയുമാണ് 5 സ്റ്റെപ്പുകൾ. ഹെട്രോജീനിയസ് കാറ്റാലിസിസിലുള്ള പ്രധാനപ്പെട്ട 5 സ്റ്റെപ്പുകളാണ്. നന്നായിട്ട് മനസ്സിലാക്കൂ. ഇനി നമുക്ക് അടുത്തത് സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ 2 പ്രത്യേകതകളാണ്, ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഇസ് മീൻ ബൈ സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്, അങ്ങനെയൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താ നോക്കൂ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ആക്സിലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ത് ചെയ്യുന്നു, റിയാക്ഷനെ സ്പീഡിനെ അല്ലെങ്കിൽ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ.
അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ ആ ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ആക്സലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ശരിക്കും ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് കെമീസ് ഓപ്ഷൻ. ആ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്റ്റൻസ് വന്ന് അഡ്സോർബ് ചെയ്യുമല്ലോ. ഇപ്പോൾ കെമിക്കൽ ബോണ്ടിലൂടെയാണ് അത് അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കെമീസ് ഓപ്ഷൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ. ഏത് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. പ്ലാറ്റിനം എന്നുള്ള കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് അത് നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് സെലക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സെലക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സെലക്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുക. അപ്പോൾ നോക്കൂ അതെന്താണെന്ന്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഗിവ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് ഒരു റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിൻ്റെ കഴിവ്, അതാണ് സെലക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളതിൽ ഈ 3 എണ്ണം തന്നിട്ടുണ്ട്. ഈ 3ലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം റിയാക്റ്റൻസ് സെയിം ആണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും, ഈ 3 റിയാക്ഷനിലുമുള്ള റിയാക്റ്റൻസ് സെയിം ആണ്. പക്ഷേ ഇവിടെയുള്ള കാറ്റലിസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നോക്കൂ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നിക്കലാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മീത്തൈനാണ്. പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്താണ്, മീത്തൈനാണ് നമുക്ക് കിട്ടുന്നത്. മീത്തൈനും വാട്ടറുമാണ് കിട്ടുന്നത്. അതേസമയം കോപ്പറും സിങ്ക് ഓക്സൈഡും ക്രോമിക് ഓക്സൈഡും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെത്തനോളാണ് കിട്ടുക. ദെൻ തേർഡ് റിയാക്ഷനിൽ കോപ്പറാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഫോർമാൽഡിഹൈഡ് ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എടുത്താൽ നിക്കൽ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിക്കൽ എന്ത് ചെയ്യുന്നു, ഈ 2 റിയാക്റ്റൻസും കൂടെ റിയാക്ട് ചെയ്ത് മീത്തൈൻ എന്ന പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഈ റിയാക്റ്റൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഗിവ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോട്ട് കിട്ടാനായിട്ട് റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുന്നു. ആ കഴിവാണ് സെലക്ടിവിറ്റി. അതേസമയം ഇപ്പോൾ ഈ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്ത് ഇതിലത്തെ 3-ൽ ഏത് വേണമെങ്കിലും ഫോം ചെയ്യാം. പക്ഷേ കാറ്റലിസ്റ്റ് ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുക. കോപ്പറാണ് യൂസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, കോപ്പർ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുക റിയാക്ഷനെ, ഫോർമാൽഡിഹൈഡ് കിട്ടുന്ന രീതിയിലോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സെലക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാറ്റാലിസിസ് എന്നൊരു ടോപ്പിക്കാണ് പഠിച്ചത്. എന്താണ് കാറ്റാലിസിസ് എന്ന് പഠിച്ചു. ദെൻ പ്രൊമോട്ടർ എന്താണ്, പോയിസൺസ് എന്താണ്, അതിന് എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. 2 തരത്തിലുള്ള കാറ്റാലിസിസ് ഉണ്ട്, ഹോമോജീനിയസും ഹെട്രോജീനിയസ് കാറ്റാലിസിസ്. ഹെട്രോജീനിയസ് കാറ്റാലിസിസിൻ്റെ അഡ്സോർപ്ഷൻ തിയറി എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ ലാസ്റ്റ് സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്, ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും എന്താണെന്നുള്ളത് മനസ്സിലാക്കി. നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അതിൻ്റെ ഡെഫിനിഷനും മറ്റും കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുക.